ഇന്ന് നമ്മൾ പറമ്പിലേക്കുള്ളതായ ഒരു ടൂറാണ് കാണിക്കുന്നത്. നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി കൃഷികളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മുടെ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയൊക്കെ വെറുതെ ഇട്ട് നശിപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഭൂമി ഉണ്ടായിട്ട് കൃഷി ചെയ്യാത്തവരുണ്ട്. ഇപ്പം ഭൂമി ഇല്ലാതെ കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലേ. ഇപ്പം വെറുതെ കിടക്കുന്ന ഭൂമികളൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആർക്കെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ അവരെന്തെങ്കിലുമൊക്കെ കൃഷി അതിനകത്ത് ചെയ്യും. അപ്പം നമ്മുടെ ഭൂമിയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാതെ ഇങ്ങനെ നന്നായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. ആരെങ്കിലും കൃഷി ചെയ്യട്ടെ, അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാനിവിടെ അങ്ങനെ പാട്ടത്തിനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്കാവുന്ന കാലം വരെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം കുറച്ച് സ്ഥലത്ത് നമ്മൾ അത്യാവശ്യം നമ്മുടെ പറമ്പിൽ ഒരു സ്ഥലം പോലും വെറുതെ കളയാതെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃഷി ചെയ്യാനായിട്ട് മനസ്സ് വെച്ചത്. അപ്പം ഞാൻ ദാണ്ടെ ഇവിടെ എല്ലാം ഇങ്ങനെ കുറച്ച് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കുറച്ച് തക്കാളി. നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ നമ്മൾ നടുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ റിലേറ്റീവ്സോ കാര്യങ്ങളും വരുമ്പോൾ അവർക്കൊന്ന് കൊടുക്കാം. നമ്മുടെ അയലത്തുകാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ആ രീതിയിലൊക്കെയുള്ള രീതിയിലാണ് ഞാനിവിടെ നട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് തക്കാളി ആദ്യം നട്ടതിനകത്ത് കാ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം നട്ടേക്കുന്നതാണ്. ഇതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പം ചെറുതായിട്ട് നല്ല പൂക്കൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ അനിയത്തി കൊച്ചുങ്ങളും വേറെ അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പം നമ്മളെയും കൊണ്ട് എന്തെല്ലാം നടാൻ പറ്റുമോ അതെല്ലാം നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. ഒരു 3-4 എണ്ണം വീതം മതി കേട്ടോ. ഇപ്പം ഗ്രോ ബാഗിനകത്താണെങ്കിലും ചട്ടിക്കകത്താണെങ്കിലും ഏത് വേസ്റ്റായിട്ടുള്ള ചാക്കിനകത്താണെങ്കിൽ പോലും നമുക്ക് പച്ചക്കറികളൊക്കെ നടാനായിട്ട് സാധിക്കും. ഇവിടെ ഏതാണ്ട് 3 ഗ്രോ ബാഗിനകത്ത് സിംല മിർച്ചിയാണ് നട്ടിരിക്കുന്നത്, നമ്മുടെ ക്യാപ്സിക്കം. അതിനകത്ത് അണ്ട് മുട്ടുകൾ ചെറുതായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം 3 ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഉണ്ടമുളകാണ്, നല്ല എരിവൊക്കെ ഉള്ള ഉണ്ടമുളക്. ഇവിടെ എല്ലാം വെണ്ടയ്ക്ക് നട്ടിരിക്കുക. പിന്നെ ഈ ചട്ടിക്കകത്തെന്ന് പറഞ്ഞാൽ ഞാൻ 2 ചട്ടിക്കകത്ത് എന്താണ് പാവലും നട്ടിട്ടുണ്ട്, 2 ചട്ടിക്കകത്ത് പടവലവും നട്ടിട്ടുണ്ട്. ഒരു 3 വിത്തുകൾ വീതമാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത്. ഇനി നമുക്ക് താഴോട്ട് പോയി നോക്കാം. അപ്പം ഞാൻ ഇത്രയും അങ്ങ് കൃഷി ചെയ്യുന്നു എന്ന് കാണിക്കാനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പം ഈ കൃഷികളൊക്കെ കാണുമ്പം ചെയ്യാതിരിക്കുന്നവർക്ക് ഒരു പ്രചോദനമാകുമല്ലോ, ഒരു മോട്ടിവേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൃഷിയൊക്കെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം പല രീതിയിൽ ചെയ്യാവുന്ന ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷി രീതികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മണ്ണിലെ കൃഷി കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഗ്രോ ബാഗിലെ കൃഷി, ടെറസിലെ കൃഷി, നമ്മുടെ കരിയിലയൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്യുന്നത്, അങ്ങനെ നല്ല നല്ല നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഉണ്ട്, അതിനകത്ത് മുളക് കൃഷിയൊക്കെ ചെയ്യുന്നു. ഏത് കൃഷി ചെയ്യാവുന്നതും ഒക്കെ ഉള്ള രീതി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വേണ്ട ഗ്രോ ബാഗിനകത്ത് നമ്മുടെ ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഓരോ ഗ്രോ ബാഗിനകത്തും ഇഷ്ടം പോലെ തളിർപ്പുള്ള, നോക്കിക്കേ, കണ്ടാൽ കൊതി വരും. ആ രീതിയിലാണ് ഇപ്രാവശ്യം നമ്മുടെ ഇഞ്ചി ഞാൻ മണ്ണിൽ നട്ടിട്ടുണ്ട്, ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. ഒരു 10-24 മൂടോളം ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി നട്ടിരിക്കുകയാണ്. അപ്പോൾ ഓണത്തിനൊക്കെ ഇതിനകത്ത് തന്നെ എനിക്ക് വിളവെടുക്കാം. അപ്പോൾ നേരത്തെ നട്ടതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇഞ്ചിയൊക്കെ ഈ ഗ്രോ ബാഗിനകത്ത് നിന്ന് ഒരു 5-6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യം കറികൾക്ക് വേണ്ടതായ ഇഞ്ചിയൊക്കെ ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതും എല്ലാവരും ഈ ഗ്രോ ബാഗിനകത്തൊക്കെ ഇഞ്ചി, മഞ്ഞൾ, കൂവയൊക്കെ നടാവുന്നതാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇവിടെയൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മൾ കാടൊക്കെ പോക്കാറുണ്ട്. അപ്പം നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യമൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒന്ന് ഹെൽപ്പിനെ വിളിച്ചാൽ വന്ന് ചെയ്തു തരും. അവർക്ക് അതിൻ്റെ കൂലിയും അതിൻ്റെ ആഹാരമൊക്കെ കൊടുത്താൽ അവരൊന്ന് ചെയ്തു തരാറുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ശോഭയുടെ ഹസ്ബൻഡും കൂടെ വന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നത്. നമ്മളും അവരുടെ ഒപ്പം നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ മാത്രം അങ്ങ് ചെയ്യട്ടെന്നല്ല, അവരുടെ ഒപ്പം നമ്മൾ നിന്ന് പൂച്ചയൊക്കെ പറിച്ച് വൃത്തിയൊക്കെ ആക്കാനായിട്ട് നമ്മളും കൂടാറുണ്ട്. ഇപ്പം ഇവിടെ നട്ടിരിക്കുന്ന എല്ലാം കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഒരു 10-250 മൂടോളം ഇപ്രാവശ്യം നട്ടിട്ടുണ്ട്. എല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. ഈ സൈഡിലും അതേപോലെ തന്നെ നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല ഇങ്ങനെ തട്ടി പോകത്തക്ക രീതിയിൽ അപ്പുറവും ഇപ്പുറവും മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഈ കരയിലോട്ട് കുറച്ച് ഇഞ്ചി നട്ടിരിക്കുക. ഇഞ്ചി രണ്ടാമതും ഒന്നുകൂടെ വെട്ടിയെടുപ്പിച്ചിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇതിനകത്ത് ആട്ടുംകാഷ്ടമൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മണിയുടെ ആട്ടുംമൂത്രമൊക്കെ നമ്മൾ ശേഖരിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടൊഴിക്കാറുണ്ട്. പിന്നെ ചാണകമൊക്കെ കലക്കി ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇഞ്ചി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങോട്ടൊക്കെ നമ്മൾ മഞ്ഞളൊക്കെ നട്ടിരിക്കുന്നത് കേട്ടോ. അവിടെ എല്ലാം നല്ലതുപോലെ മഞ്ഞൾ നിൽപ്പുണ്ട്. പലതും നട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഫ്രൂട്ട്സ് മരങ്ങൾ,
വാഴ, ഈ ഒരു തുണ്ട് നിറച്ച് ഫ്രൂട്ട്സ് മരങ്ങളും പലതരത്തിലുള്ളതായ വാഴകൾ ഒക്കെയാണ് നട്ടിരിക്കുന്നത്. നമ്മുടെ പിള്ളേരും വന്നിട്ടുണ്ട്. ഈ 2 എണ്ണം എല്ലാത്തിൻ്റെയും നാമ്പൊക്കെ പിച്ചി അങ്ങ് തിന്നേക്കാണ് അപ്പം അവർ തിന്നാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ, ഗോമൂത്രമോ ആട്ടുമൂത്രമോ ഒക്കെ നമ്മുടെ ചെടികളുടെ മണ്ടയ്ക്ക് ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാന്നുണ്ടെങ്കിൽ ഇവരെയും കൊണ്ട് ശല്യം കുറഞ്ഞു കിട്ടും. ഇപ്പം 7-8 മരത്തിൻ്റെ ചുവട്ടിലായിട്ട് 7-8 ചാക്കിനകത്ത് ഞാൻ കാച്ചിൽ നട്ടിട്ടുണ്ട്. അവരും ഇതേപോലെ പടർന്ന് കയറി അങ്ങ് പോകും. എപ്പോഴും നമ്മൾ കാച്ചിൽ നട്ടാലും ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പടർന്ന് കയറി പോവുകയും ചെയ്യും. നമ്മൾ വിചാരിച്ചതിനപ്പുറമായിട്ടുള്ളതായ കാച്ചിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് കപ്പയാണ് നട്ടിരിക്കുന്നത്. കപ്പ എന്ന് പറഞ്ഞാൽ ഓരോ മാസവും പറിക്കത്തക്ക രീതിയിൽ ഒരു 10-10 കമ്പ് എല്ലാ മാസവും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കപ്പയ്ക്ക് ക്ഷാമം വരത്തില്ല. നമുക്കൊരു കപ്പ പുഴുക്കൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഓടി വന്ന് നമുക്ക് പറിക്കാനായിട്ട് സാധിക്കും. ഇതിപ്പം ഞങ്ങൾ ജൂലൈ നട്ട കമ്പാണ് ഇത് കേട്ടോ. വളമൊക്കെ ഇട്ട് വെട്ടിയടുപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അതിനകത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചാരവും ഇട്ട് കൊടുത്തിട്ടാണിത് വെട്ടിയടുപ്പിച്ചിരുന്നത്. പച്ചച്ചാണകം അല്ല, ചാണകപ്പൊടി. പിന്നെ ഈ സൈഡിലും കുറച്ച് ദണ്ട് ഇവിടെ എല്ലാം കുറച്ച് പയറാണ് നട്ടിരിക്കുന്നത്. പയർ നട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ സാമ്പാർ ചീര തന്നെ മുളച്ച് വരുന്നതാണ് കേട്ടോ, സാമ്പാർ ചീര. പിന്നെ മുകളിലോട്ട് കോവല് പടർത്തി വിട്ടിട്ടുണ്ട്. എല്ലാം വന്ന് മണപ്പിച്ച് നോക്കും അവർ, എന്തെങ്കിലും അവർക്ക് തിന്നാൻ പറ്റുന്നുണ്ടോയെന്നുള്ളത്. ഇതിനകത്തെല്ലാം ഞാൻ ആടിൻ്റെ മൂത്രമൊക്കെ കൊണ്ടുവന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം കോവൽ പടർന്ന് നിൽപ്പുണ്ട്. അത്യാവശ്യം കോവയ്ക്ക് അതിനകത്ത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ തക്കാളി കുഞ്ഞുങ്ങളെ ഇത് കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾ. പിന്നെ വളമൊക്കെ കൊടുത്തിട്ട് വെട്ടിയടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലോട്ട് നമ്മൾ കയറുകയാണ്. ഇതിപ്പോൾ അങ്ങോട്ട് മുറ്റത്തു നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഭാഗം ആയതേ ഉള്ളൂ. ഇനി പറമ്പിലോട്ട് കയറിയാൽ ഇവിടെയൊക്കെ ഇങ്ങനെ പന്തൽ കെട്ടിയിട്ട് അതിനകത്തോട്ട് നിത്യവഴുതന, അതേപോലെ തന്നെ കുമ്പളം പടർത്തിയിട്ടുണ്ട്, വള്ളിച്ചീരയുണ്ട്, അതിനകത്ത് തന്നെ കോവലുണ്ട്. അങ്ങനെ കുറേ സാമഗ്രികളൊക്കെ ഇവിടെ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മുടെ നിത്യവഴുതനയൊക്കെ കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പിഞ്ച് പരുവത്തിലേ നമ്മൾ പറിച്ച് തോരൻ വെച്ചാൽ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ എല്ലാം നിൽപ്പുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. അതിനിടയ്ക്ക് കൂടെ നമ്മുടെ സീതാഫല് പിടിച്ച് നിൽപ്പുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് തറയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെറസിലോട്ട് പോയിട്ട് അവിടെയും നന്നായിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ എനിക്ക് ടെറസിൽ ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം ഇനി തറയിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ സൈഡിൽ മൊത്തവും നമ്മൾ കുറേ ഇഞ്ചിയും മഞ്ഞളും കൂവയും ഒക്കെ ഇങ്ങനെ അപ്പുറത്തോട്ട് നട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയും ലൈനായിട്ട് ഒരു 10 മൂട് കമ്പിയെ നട്ടിട്ടുണ്ട്. അത് ഓഗസ്റ്റ് ആദ്യം നട്ടയാണ്. അപ്പോൾ അതിനകത്ത് നാമ്പുകൾ വരാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. എന്നാലും അങ്ങ് വെട്ടിയൊക്കെ അടുപ്പിച്ച് ഒരു പരുവം കിട്ടിയപ്പോഴും അതിനെയും വെട്ടിയടുപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഇനി അത് അങ്ങ് വളർന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കയറുന്ന എൻട്രൻസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറമ്പിലോട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇവിടെ എല്ലാം എങ്ങനെ വെച്ചാൽ പന്തൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒരു കമ്പ് ഉയർത്തിയൊക്കെ വെച്ചെങ്കിലേ പറ്റൂ. ഇതിൻ്റെ ഇലയും വെയിറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കെല്ലാം താന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കമ്പ് ഉയർത്തി വെച്ചാൽ നമുക്ക് കാണാം. മനസ്സിലായില്ലേ? ഇതെല്ലാം നിത്യവഴുതന ഉണ്ട്, വള്ളിച്ചീരയുണ്ട്, കോവൽ, എല്ലാം കുമ്പളം എല്ലാം ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ആഫ്രിക്കൻ മല്ലി നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പം മറ്റേ മല്ലി നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിലും ആഫ്രിക്കൻ മല്ലി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ഒരു കുമ്പളം ഇങ്ങനെ പടർന്ന് കയറി അതിനെ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കസ്തൂരി മഞ്ഞൾ പലയിടത്തായിട്ടാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനി അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു 50 മൂടോളം ചേമ്പാണ് നട്ടിരിക്കുന്നത്. ചേമ്പിന് മുമ്പായിട്ട് നമ്മളാണ്ട് കുറേ ചാക്കിനകത്ത് വേസ്റ്റായി കിടക്കുന്ന ചാക്കിനകത്ത് നമ്മൾ കിളിക്കൊക്കെ തീറ്റ മേടിക്കുമ്പോൾ കിട്ടുന്ന ചാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ കാച്ചിലൊക്കെ നട്ടേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നട്ടിരിക്കുന്നത് ചേമ്പാണ്. ഒരു 50 മൂടോളം ചേമ്പ് ഇവിടെ നട്ടിട്ടുണ്ട്. ഇപ്പം എന്നേക്കാൾ പൊക്കത്തിലിപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു നല്ല കാലാവസ്ഥയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ആ തക്ക സമയത്ത് നട്ടതുകൊണ്ടും തക്ക സമയത്ത് മഴ കിട്ടിയതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ചേന നമ്മൾ മകരത്തിലേ നട്ടതുകൊണ്ട് നല്ല ഉണക്കവും ഒക്കെ ആയിരുന്നു. വെള്ളം കോരിയാണ് നമ്മൾ കിളിപ്പിച്ചത്. അതൊക്കെ അങ്ങേ അറ്റമാണ് നിൽക്കുന്നത്. അത് നമുക്ക് വഴിയെ കാണാം. ഇവിടെ ഇനി നമ്മൾ കുറച്ച് ഭാഗം കാടൊക്കെ പറിക്കാനായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ പറിച്ചു വരുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നതാണ് നമ്മുടെ കിഴങ്ങാണ് കേട്ടോ. കിഴങ്ങും നമ്മൾ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് മേലോട്ട് പടർത്തി വിടാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അതിനകത്തുനിന്ന് കിഴങ്ങ് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് നട്ടിട്ടില്ല. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ പുരാവസ്തുക്കളെല്ലാം നമ്മുടെ കൈ വേണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ചേന, ചീനി, ചേമ്പ്, കിഴങ്ങ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും
കച്ചോലം, ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ നടാറുണ്ട്. കുറച്ച് കച്ചോലം നമ്മൾ നട്ടിട്ടുണ്ട്. അത് വയറ്റിൻ്റെ അസുഖത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കച്ചോലം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കച്ചോലം നട്ടിരിക്കുന്നത്. കച്ചോലം ഇങ്ങനെ വലുതായിട്ട് കൂവയുടെ കൂട്ടോ ഇഞ്ചിയുടെ കൂട്ടോ ഒന്നും വളരത്തില്ല. അതിങ്ങനെ തറയിൽ പടർന്ന് ഇങ്ങനെ വരത്തേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പൊക്കമൊന്നും അതിനെ വെക്കാറില്ല. അപ്പം അതിൻ്റെ കുഞ്ഞു കിഴങ്ങുകളൊക്കെ എടുത്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൻ്റെ അസുഖമൊക്കെ വരുമ്പോൾ ഒരമരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കും. വലിയവർക്കാണെന്നുണ്ടെങ്കിലും ദഹനത്തിനും വയറ്റിൻ്റെ അസുഖത്തിനും ഒക്കെ നല്ലതാണ്. ഇത് അങ്ങാടിക്കടയിലൊക്കെ കൊടുത്താലും നല്ല കാശ് കിട്ടുന്ന സംഭവമാണ്. വ്യാവസായികമായിട്ടൊക്കെ ചെയ്യാവുന്നവർക്കൊക്കെ ഇതൊക്കെ ചെയ്ത് ഉണക്കിയൊക്കെ കടകളിലൊക്കെ കൊടുക്കാം. ഇവിടെ 3-4 പണ കൂവയാണ് നട്ടിരിക്കുന്നത്. കൂവയൊക്കെ നടാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. എങ്കിൽ തന്നെയും കൂവ കൃഷി ഏറ്റവും നല്ലതായിട്ടോ. നല്ല രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ കൂവ കൃഷി നല്ല ലാഭകരമായിട്ടുള്ള ഒന്നാണ്. കൂവപ്പൊടിയൊക്കെ നമ്മൾ എടുത്തു കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല വിലയൊക്കെ കിട്ടുന്ന സംഭവങ്ങളാണ്. ഇച്ചിരി പാടും പ്രയാസമൊക്കെ പെട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ പാടും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊടിക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ വെള്ളക്കൂവയാണ് നമുക്ക് പ്രാധാന്യമായിട്ടുള്ളതും വെള്ള കൂവയുടെ പൊടിക്കുമാണ് പ്രാധാന്യം. ഇത് വയറ്റിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും നല്ലതാണ്. ലൂസ് മോഷനൊക്കെ ഇതിൻ്റെ ഒരു സ്പൂൺ പൊടി നമ്മൾ കാച്ചി കുടിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂസ് മോഷനൊക്കെ മാറിക്കിട്ടും. ദഹനക്കേടും ഒക്കെ മാറിക്കിട്ടാനായിട്ട്. പിന്നെ അസ്ഥി ഉരുക്കത്തിന് ഒക്കെ നല്ലതാണ് ഈ കൂവപ്പൊടി ഉപയോഗിച്ചാൽ. ഇവിടെയും നമ്മൾ കുറേ കസ്തൂരി മഞ്ഞൾ നട്ടിട്ടുണ്ട്. നമ്മളെ കസ്തൂരി മഞ്ഞളൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ കൂടെ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും കഴിഞ്ഞിട്ടും കുറേ പേരിങ്ങനെ കസ്തൂരി മഞ്ഞളുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ കസ്തൂരി മഞ്ഞൾ വീണ്ടും കൊടുക്കുന്നതായിരിക്കും. അപ്പം നല്ല രീതിയിൽ നമ്മുടെ കസ്തൂരി മഞ്ഞൾ തണ്ട് അടിപൊളിയായിട്ട് വാഴ വളർന്നു വരുന്ന പോലെയാണ് കസ്തൂരി മഞ്ഞൾ വളർന്നു വരുന്നത്. ഇത് തണ്ട് നമ്മൾ മെയ് മാസത്തിൽ നട്ട കപ്പയാണ് നിൽക്കുന്നത്. ഇപ്പം ഇത് നല്ലതുപോലെ പറ്റിയ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നല്ലതുപോലെ വളമൊക്കെ ഇട്ട് വെട്ടിയടിപ്പിച്ചത് കൊണ്ടും നല്ലതുപോലെ വളർന്ന് നിൽപ്പുണ്ട്. കണ്ടില്ലേ? അപ്പം എവിടെയെങ്കിലും കപ്പ നിൽക്കുന്ന കണ്ടിട്ടൊന്നും നമ്മൾ കൊതിക്കേണ്ട കാര്യമില്ല, വാങ്ങിക്കഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുറ്റത്ത് പറമ്പിലൊക്കെ അല്പസ്വല്പമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒരു 10 കമ്പ് കുത്തി നടുകയെന്നുണ്ടെങ്കിൽ, ഇനി പറമ്പില്ലാന്നുണ്ടെങ്കിൽ ചാക്കിനകത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നടാവുന്നതാണ്. നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. പിന്നെ അതുകൂടെ തന്നെ പപ്പായ മരം ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ പപ്പായ വിത്തുകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് കളയുമല്ലോ. അപ്പം അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് കിളിച്ച് വരുമ്പോൾ അതും ഒരു അരിവ് തോറും ഒക്കെ നമ്മൾ നട്ടു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഒരു പച്ചക്കറി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പപ്പായ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഏറ്റവും നല്ലതാണ് കേട്ടോ പപ്പായയൊക്കെ. അപ്പോൾ എല്ലാവരും പപ്പായയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ടൊമാറ്റോ വഴുതനയാണ് നിൽക്കുന്നത്. ടൊമാറ്റോയുടെ കൂട്ട് തന്നെ നിൽക്കും, കണ്ടില്ലേ? അവിടെയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഈ മഴപ്പരുവൊക്കെ ആയതുകൊണ്ട് എല്ലാം അരിപ്പ മാതിരിയൊക്കെ നിർത്തുന്നുണ്ട്. ഒരു ജീവി വന്നിട്ട്, ഒരു വണ്ട് മാതിരി ഒരു സാധനം വന്നിട്ട് രാത്രി ഇരുന്ന് കഴിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള സംഭവങ്ങൾ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടമൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റി കിട്ടും. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ആകുമ്പോൾ എല്ലായിടവും ഒന്നും നമ്മുടെ നോട്ടം ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. എന്നാലും അങ്ങനെ നോട്ടം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും കെമിക്കൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് ജൈവമായ രീതിയിൽ വിവേറിയ ഒക്കെ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇവിടെ പലതരത്തിലുള്ളതായ പ്ലാവൊക്കെ നട്ടിട്ടുണ്ട്. ഇത് തേൻവരിക്കയാണ്. വിയറ്റ്നാം ഏളി പ്ലാവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ വർഷം കൊണ്ട് തന്നെ 2 പ്രാവശ്യം നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിച്ച ഒന്നാണ് വിയറ്റ്നാം ഏളി പ്ലാവ്. അതെല്ലാം നമ്മൾ ഈ ഫ്രൂട്ട്സ് മരങ്ങളെല്ലാം വാങ്ങിച്ചത് ശാസ്താംകോട്ടയുള്ള നിസാറിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. പുള്ളിക്കാരൻ ഈ പെട്ടി ഓട്ടോയ്ക്കകത്ത് നമ്മുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറി നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ തന്നിട്ടാണ് പോകുന്നത്. വെറുതെ അല്ല കേട്ടോ, പൈസ കൊടുത്തിട്ടാണ്. അപ്പം നൗഫൽ നഴ്സറി എന്നാണ് പുള്ളിക്കാരൻ്റെ നഴ്സറിയുടെ പേര്. അപ്പം ഇത്രയും ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഒരു ഫ്രീ തന്നതാണ് ഈ തേൻ വരിക. കുഞ്ഞൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ വളമൊക്കെ കൊടുത്ത്, കോഴിവളവും ആട്ടിൻകാഷ്ടവും ചാണകവും അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഇവിടെ പച്ചക്കറിക്കൊക്കെ വളം ഇടുമ്പോൾ അവർക്കും വളം കൊടുത്ത് അവരെന്തായാലും നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരു തായ്ലൻഡ് മാവ് നട്ടിട്ടുണ്ട്. അത് ഒരു കുഞ്ഞതായിരുന്നു. അതിനകത്തും ഇതേപോലെ നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്ത് പിന്നെ സ്ലറിയൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കും. അതും നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി അടുത്ത കൊമ്പ് വരാൻ വേണ്ടി, തളിർപ്പുകളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതും നമ്മൾ ആദ്യമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണിത്, മിൽക്ക് ഫ്രൂട്ട്. ഇത് നല്ലതുപോലെ നമ്മുടെ വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ആരോഗ്യമുള്ള ഇലയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു ഗ്രഹണി പിടിച്ചമാതിരി നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒപ്പം കണ്ടില്ലേ, നല്ല ഉഷാറായിട്ടാണ് വളർന്നു വരുന്നത്. പല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വേസ്റ്റൊക്കെ വെള്ളത്തിൽ ഒരു ഡ്രമ്മിനകത്തിട്ടിട്ട് അതിൻ്റെ വെള്ളം കൊണ്ടുവന്ന്
ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടൊന്ന് ഒഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നല്ല തഴപ്പോടുകൂടി വളർന്നു വരും. പിന്നെ തൊട്ടപ്പുറത്ത് ദാണ്ട് ഇവിടെ പലതരത്തിലുള്ളതായ വാഴകൾ നട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഒരു 5-6 ഏത്തനാണ് നട്ടിരിക്കുന്നത്. ഇവിടെ ഏത്തനുണ്ട്, അതുപോലെ പാളയംകോടനുണ്ട്, പിന്നെ നമ്മുടെ ചെങ്കതളിയുണ്ട്, പിന്നെ പൂവനുണ്ട്, പൊന്തനുണ്ട്, പിന്നെന്താണ് അങ്ങനെ 8 ടൈപ്പിലുള്ളതായ ഞാലിപ്പൂവനുണ്ട്. 8 ടൈപ്പിലുള്ളതായ വാഴകൾ ഞാൻ അവിടെ ഇവിടെയായിട്ടൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പേര നട്ടിരിക്കുകയാണ്. പേരയും നല്ലതുപോലെയൊക്കെ ആരോഗ്യത്തോടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് 3-4 കായകൾ ദാണ്ട് ചെറുതാണ്, ആയി വരുന്നതേ ഉള്ളൂ. കണ്ടോ, 2 എണ്ണം ദാണ്ടേ, 1 ദാണ്ട നിൽക്കുന്നു, 1 അതിൻ്റെ താഴെ നിൽപ്പുണ്ട്, ആയി വരുന്നുണ്ട്. കിട്ടുന്നതൊക്കെ കിട്ടട്ടെ. എന്തായാലും നല്ല തഴപ്പോടുകൂടി വളർന്നു വരുന്നുണ്ട്. ഇത് റെഡ് വാളരിപ്പയറാണ്. ഇത് മരത്തിലൊക്കെ നമ്മൾ കയറ്റി വിട്ടാൽ അങ്ങ് കയറി അങ്ങ് പൊക്കോളും. ഇഷ്ടംപോലെ പൂവും കായും ഒക്കെ വന്നോളും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റി വാളരി മാതിരി അല്ല കേട്ടോ. ഇത് പടർന്ന് പന്തലിച്ച് പോയാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നാൽ പോലും നമ്മളെ ചുറ്റി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ വള്ളിയൊക്കെ വീശുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് കായൊക്കെ പിടിച്ചു വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ എല്ലാ പൂവും കായാവണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. കുറച്ചൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും, അത്യാവശ്യമൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനിടയ്ക്കെല്ലാം കായ്കളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതാണ് ഓരോ ടൈപ്പ് വാഴകൾ. ഇത് പൊന്തൻ വാഴ, നമ്മുടെ മലക്കറിക്കായില്ലേ, ഇപ്പം കൊലച്ചിട്ടില്ല. ഒരു കൊലയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ എന്താണ് പിള്ളവാഴ വളർന്നു വരുന്നതാണിത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പൂവൻ കായാണ്, നല്ല മുട്ടൻ പൂവൻ കായ ഉണ്ടാകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് പച്ചച്ചിങ്ങനാണിത്, പച്ചച്ചിങ്ങൻ റോബസ്റ്റ. അപ്പോൾ ഇതിനിടയ്ക്കെല്ലാം ഓരോ കപ്പയും കൂടെ നട്ടിട്ടുണ്ട്. അപ്പം സ്ഥലം വെറുതെ പോകത്തുമില്ല, കപ്പയും ഉണ്ടാവും. ഈ കപ്പയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ നട്ട കപ്പയാണ് ഇത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഒരു 10 മൂട് കൂടുതലുണ്ട്. അപ്പോൾ അതിങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുഴിയിൽ നമ്മളൊരു വാഴ നട്ടിരുന്നതായിരുന്നു. വാഴ അങ്ങ് പട്ടുപോയപ്പോൾ എന്തായാലും നല്ലൊരു തടം കിടക്കുന്നു. അതിനകത്തൊരു മത്തൻ വിത്ത് കൊണ്ട് നടാമെന്ന് കരുതി അങ്ങനെ ആ മത്തൻ ഇവിടെ കൊണ്ട് നട്ടപ്പോഴത് കിളിച്ചു വന്നു, നല്ലതുപോലെ പടർന്നു കയറി പോകുന്നുണ്ട്. അപ്പം കാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇലയെങ്കിലും കൂട്ടത്തക്ക രീതിയിൽ അത് ഉഷാറായിട്ട് വളർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വളമൊക്കെ ഇട്ട് വെട്ടി അടുപ്പിച്ച് കൊടുത്തേക്കുന്നതാണ്. ശിമക്കൊന്നയുടെ ഇലയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോണം. ഞാൻ ശിമക്കൊന്നയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെ വെയിലായതുകൊണ്ടാണ് ഇലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം സമയം കഴിഞ്ഞു. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നമ്മൾ വരാമെന്നുണ്ടെങ്കിൽ നല്ല വിടർന്ന് ഇങ്ങനെ ഇലയൊക്കെ നിൽക്കും. അപ്പം വെയിൽ ഇച്ചിരി അതിക്രമിച്ച് നിൽക്കുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ഇലയൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന മാതിരി നിൽക്കുകയാണ്. ഈ ലൈനിൽ പിന്നെ 5-6 ചെങ്കതളിയാണ് നട്ടിരിക്കുന്നത്. നല്ല പഴമാണ് കേട്ടോ. അപ്പം നമ്മുടെ അയ്യത്തെ ഏറ്റവും നല്ലത് ചെങ്കതളിയാണെന്ന് തോന്നുന്നു. നന്നായിട്ട് വളർന്നു വരും കേട്ടോ. നേരത്തെയൊക്കെ നല്ല കൊലയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി വെയിറ്റൊക്കെ കുറയാൻ തുടങ്ങി. എന്നാലും കൊടുക്കാറൊന്നുമില്ല. ഇപ്പം പിടിക്കുന്നതൊക്കെ നമ്മൾ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലുമൊക്കെ വരുമ്പം അവർക്കൂടെയൊക്കെ കൊടുക്കുകയാണ് പതിവ്. അപ്പം അതും കുറേ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ കണ്ണൻ പൂവനാണ്. ഇതും നല്ല കൊലയാണ് കേട്ടോ. ഇഷ്ടം പോലെ കായങ്ങൾ ഉണ്ടാവും, നല്ല പഴമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു 8 ടൈപ്പിൽ വാഴകളുണ്ട്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. കണ്ണൻ വാഴയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, നമ്മുടെ ചെങ്കതളിയുണ്ട്, ഏത്തനുണ്ട്, പിന്നെ പച്ചച്ചിങ്ങനുണ്ട്, നല്ല പൂവനുണ്ട്, പൊന്തൻകായുണ്ട്, പിന്നെ പാളയംകോടനുണ്ട്. അപ്പം അങ്ങനെ 8 എണ്ണം ഉണ്ട്. നേരത്തെയൊക്കെ കുമ്പില്ല കണ്ണനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പിന്നെ നമ്മൾ കപ്പ നട്ടിട്ടുണ്ട്. കുറച്ച് സ്ഥലം ഇങ്ങനെ വേസ്റ്റായിട്ട് ഇവിടെ ഇട്ടേക്കണ്ടെന്ന് കരുതിയിട്ട് അവിടെയും കപ്പ നട്ടു. അപ്പോൾ ആ കപ്പ നല്ലതുപോലെ തഴച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അതിപ്പം വെറുതെ കാട് കിടക്കുന്നതിനേക്കാൾ നല്ലത് 10 കപ്പ എങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പ നട്ടിരിക്കുകയാണ്. അതിന് നല്ലതുപോലെ വളമൊക്കെ കൊടുത്തിട്ട് വെട്ടിയടുപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടെയൊക്കെ നട്ടിട്ടുണ്ട്. പലയിടത്തായിട്ട് നമ്മളിങ്ങനെ നട്ടിരിക്കുകയാണ്. ഒരിടത്ത് കിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരിടത്തെങ്കിലും കിളിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ പലയിടത്തായിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടക്കുഞ്ഞുങ്ങൾ ദാണ്ട് ഇഷ്ടം പോലെ നമ്മൾ വീണ്ടും നട്ടിരിക്കുകയാണ്. കാരണം ഒന്ന് തീരുമ്പം ഒന്ന് നടണമെന്നാണല്ലോ നമ്മുടെ വെപ്പ്. അപ്പം ഇവിടെ എല്ലാം ദാണ്ട് വെണ്ടയ്ക്കകൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ നട്ടിട്ടുണ്ട്. ഒരു 10-50 മൂട് എല്ലാം തോന്നുന്നു, ആ രീതിയിൽ നട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം നമ്മുടെ ചേനയാണ് നട്ടിരിക്കുന്നത്. ചേനയും നല്ല ഇലയ്ക്കൊക്കെ മഞ്ഞ കളറായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് കിളയ്ക്കാനായിട്ട് നമുക്ക് കഴിക്കാനുള്ള പരുവമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വിത്തിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പോഴേ കിളയ്ക്കരുത്. അതൊരു ജനുവരി മാസമൊക്കെ ആകുമ്പോഴേ ഇതെല്ലാം പട്ട് പോയിട്ട് അവിടെ കമ്പൊക്കെ കുത്തി വെക്കണം, എങ്കിലേ നമുക്കത് വിത്തിനെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓണത്തിനൊക്കെ നമുക്ക് വിളവെടുക്കാം. കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിളവ് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കഴിക്കണം എന്നുള്ളവർക്ക് ഒക്കെ കിളച്ച് നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാം.
പിന്നെയെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ തണ്ടുകൾ തോരൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ പിള്ളത്തണ്ടുകളെയൊക്കെ കട്ട് ചെയ്ത് തോരൻ വയ്ക്കാം, മൂത്തതിനെ എടുക്കണ്ട. ഇങ്ങനെയൊക്കെയുള്ളതായ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ചേന നടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നടണ്ട, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ ചേന നട്ടാൽ മതിയാകും. നേരത്തെ നമുക്ക് ടെറസിൽ നല്ല രീതിയിൽ പാഷൻ ഫ്രൂട്ട് വളർത്തിയിട്ടിട്ടുണ്ടായിരുന്നു, ഇഷ്ടം പോലെ കായും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ടെറസിൽ നമ്മൾ റൂം എടുത്തുകൊണ്ട് ഇപ്പം നമുക്കത് പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് പറമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് ദാണ്ട് ഇങ്ങനെ ഒരെണ്ണം നട്ടിരിക്കുകയാണ്. അപ്പം നല്ലതുപോലെ ആർത്തി പൂണ്ട് വളർന്നു വരുന്നുണ്ട്. അപ്പം കുറേ തണ്ടുകൾ ഇങ്ങനെ ഈ പന്തലിലോട്ട് ഇങ്ങനെ പടർന്നു കയറി പോവുകയാണ്. ഇവിടെ നമ്മുടെ കോവൽ ഇങ്ങനെ പടർന്നു കയറി പോവുകയാണ്. നീളൻ കോവൽ, നീളം കോവയ്ക്കൊക്കെ തണ്ട് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കോവയ്ക്ക പിടിച്ച് കിടക്കുന്നുണ്ട്, പൂവും കായും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയും ചുവട്ടിലും നമ്മൾ നല്ലതുപോലെ വളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കുകയും വെട്ടിയടിപ്പിക്കുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ്കളുണ്ടാവും, പൂക്കളും ഉണ്ടാവും. എല്ലുപൊടി, ചാണകം, കോഴിവളം, ആട്ടിൻകാഷ്ടം ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുപോലും പൂവില്ലാത്തതോ കായില്ലാത്തതോ ഇല്ല എന്നുള്ളത്, എല്ലാത്തിലും കായ്കളുണ്ട്. ഈ നീളം കോവലൊക്കെ ഒരു 4-5 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 2 പേരുള്ള വീട്ടിൽ തോരൻ വയ്ക്കാനാവും. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ കമ്പ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. നീളം കോവൽ ഞാൻ നട്ടിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ കമ്പ് വെട്ടാറായിട്ടില്ല. മറ്റുള്ള കോവലിൻ്റെയൊക്കെ കമ്പ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇനി ആകുമ്പോൾ നമ്മൾ പറയാം. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പയർ നട്ടിട്ടുണ്ട്. പയർ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം വലിയ ആരോഗ്യത്തിൽ വന്നിട്ടില്ല. എപ്പോഴും എനിക്ക് പയർ ഉണ്ടാവുന്നതാണ്. അപ്പം വീണ്ടും ഇങ്ങനെ പയർ നട്ടിരിക്കുക, ചെറുതായിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് പയറൊക്കെ ആവുമായിരിക്കും. അപ്പം ഇവിടെ കുറച്ച് വെണ്ടയാണ് നട്ടിരിക്കുന്നത്. വെണ്ട കൃഷിയും അതേപോലെ തന്നെ വെണ്ടയ്ക്കയുടെ വിളവെടുപ്പൊക്കെ നിങ്ങളെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വെണ്ടയ്ക്കയാണ് നമ്മൾ വിളവെടുക്കുന്നത്. ഇപ്പോൾ 1.5 വിട്ടുള്ള ദിവസം നമുക്ക് ഇഷ്ടം പോലെ വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട്. ഇനിയും ദണ്ട് ഇങ്ങനെ പിച്ചാനായിട്ട് ഇങ്ങനെ പരുവായിട്ട് നിൽക്കുന്ന വെണ്ടയ്ക്കകളാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം നിൽപ്പുണ്ട്, ഇവിടെ എല്ലാം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൂക്കളും, ഡെയിലി ഒരു 10-15 പൂക്കളെങ്കിലും നമ്മുടെ വെണ്ടയിൽ കാണും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഡെയിലി നമുക്കൊരു 15 വെണ്ടയ്ക്ക കിട്ടുമെന്ന് ഉറപ്പാണ്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അപ്പം അതിനകത്ത് ദാണ്ട് ഇതേപോലെ ഇല ചുരുട്ടി പുഴുക്കളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ദാണ്ട് വരും. എന്തായാലും വെണ്ടയ്ക്ക നടുമ്പോൾ ഇതേപോലെ ഇല ചുരുട്ടി ഇങ്ങനെ പുഴുക്കൾ വന്നാൽ ആ ഇലയെ നമ്മളങ്ങ് നുള്ളി മാറ്റുക. അതിനകത്തോട്ടൊന്ന് തുറന്ന് നോക്കുക. കണ്ടോ പുഴു, കണ്ടോ പുഴു ചാടിപ്പോയത് കണ്ടോ, കണ്ടോ ഇതേപോലെ പുഴു ഇരിക്കും, കണ്ടല്ലേ, നല്ലൊരു വീരപ്പം പുഴുവാണ് ഇരിക്കുന്നത്, കണ്ടോ. അതിനെ നമ്മൾ നശിപ്പിച്ച് കളയാം. കൂടാതെ തന്നെ ഇവിടെ നമ്മുടെ ചോളം നട്ടിട്ടുണ്ട്. ചോളം നല്ലതുപോലെ വരുന്നുണ്ട്, അതുകൊണ്ട് പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കാ വരുന്നത് ഇതിനിടയ്ക്ക് ഇലയ്ക്കിടയ്ക്കൂടെ ചോളം വളർന്നു വരും. ഇവിടെ എല്ലാം വെണ്ടയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബന്ദി ചെടി, എന്താ സുന്ദരികളാന്ന് നോക്കിയാൽ നിൽക്കുന്നത്. 2 കളറിൽ നമ്മുടെ സുന്ദരിക്കുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ് തലയെടുപ്പോടുകൂടി. അപ്പം കീടങ്ങളെ തുരത്താനും അതേപോലെ തന്നെ നല്ല എന്താണ് അത്തപ്പൂക്കൾ ഉണ്ടാക്കാനും ഒക്കെ നല്ല ബന്ദിപ്പൂക്കളാണ് നിൽക്കുന്നത്. അപ്പം നല്ല അടിപൊളി രസമായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വാടാമല്ലി നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നിൽക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്ക ചെടികളാണ്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയിൽ ഏതാണ്ട് കുഞ്ഞു തക്കാളിയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ അമരയാണ്. അമരയൊക്കെ ഏതാണ്ട് കമ്പൊക്കെ കെട്ടിക്കൊടുക്കണം, എങ്കിൽ മാത്രമേ നേരെ നിൽക്കുകയുള്ളൂ, പിന്നെ കായൊക്കെ പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മഴയത്തും കാറ്റത്തും ഒക്കെ വീണു പോകും. കായൊക്കെ പിടിച്ചു വരുന്നുണ്ടോ. അപ്പം നമ്മുടെ ഇതിനകത്ത് അമരയ്ക്കൊക്കെ ദണ്ട് ഇങ്ങനെ പിടിച്ച് കൊലകുത്തിയാണ് വരുന്നത് കേട്ടോ. മഴയത്തൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അതൊക്കെ നവംബർ നട്ട നമ്മുടെ ചീനിക്കമ്പാണ് കേട്ടോ. അതൊക്കെ ഇടയ്ക്ക് ഞാൻ 1-2 എണ്ണമൊക്കെ പറിച്ചായിരുന്നു. നല്ല എബിനുമായിട്ടൊക്കെ നമ്മൾ പുഴുക്കുണ്ടാക്കിയില്ലേ, വിളവെടുപ്പ് നടത്തിയായിരുന്നല്ലോ, ആ കമ്പാണ്. അപ്പം അതിനകത്തും പറിക്കുമ്പോൾ ഉണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ട് നല്ല പിടുത്തമുണ്ട് ചീനിക്ക്. അപ്പം ഇവിടെയും കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട്. ദാണ്ട് വീണ്ടും നല്ല വിളവെടുക്കാനായിട്ട് നിൽക്കുന്ന വെണ്ടയ്ക്കകളാണ് നോക്കിയേ. അതിന് വൈകുന്നേരം വന്നിട്ട് വിളവെടുക്കാം. പപ്പായ ഒരു പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പച്ചക്കറി നമുക്കില്ലെന്നുണ്ടെങ്കിൽ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഒരു കപ്പയൊക്കെ പിച്ച് നമുക്ക് പയറിട്ട് കറി വയ്ക്കാം, തോരൻ വയ്ക്കാം, മെഴുക്കുവരട്ടി വയ്ക്കാം, പച്ചടി വയ്ക്കാം, അച്ചാറിടാം. അതിൻ്റെ അച്ചാറൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ.
ഇപ്പോൾ മാങ്ങയൊക്കെ കഴിഞ്ഞല്ലോ, മാങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാകുമ്പോൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും പപ്പായയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ബോർഡറായിട്ട് ഞാൻ കുറേ ബോൾസും നട്ടിട്ടുണ്ടായിരുന്നു, അതും നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. അതിനകത്തായിട്ട് തന്നെ കുറേ വഴുതനകൾ, പല ടൈപ്പിലുള്ളതായ വഴുതന നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല ഉണ്ട വഴുതനയാണ്, ഇഷ്ടംപോലെ പിടിച്ച് നിൽപ്പുണ്ട്, ഉണ്ടോ, നിൽപ്പുണ്ട്. ഇത് നീളൻ വഴുതനയാണ്, വയലറ്റ് നീളൻ വഴുതന. ഇവിടെ കുറേ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ടൈപ്പ് വഴുതനയും ഉണ്ട്. ഇവിടെ ഗ്രീൻ വഴുതന നിൽപ്പുണ്ട്. ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണിത്. കാറ്റത്ത് വീണു പോയി കേട്ടോ, നിലത്ത് വീണു പോയത്. നല്ലൊരു കായായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ നട്ടതാ. ഇതാണ് കസ്തൂരി വെണ്ട. പിടിച്ചാൽ അങ്ങ് ഇഷ്ടം പോലെ പിടിക്കും. പിഞ്ചു പ്രായത്തിൽ നമ്മൾ പിച്ച് മെഴുക്ക് പുരട്ടിയോ തോരനോ ഒക്കെ വെച്ചാൽ ഏറ്റവും നല്ലത്. മുറ്റിയാൽ പിന്നെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ അതുപോലെ രണ്ട് ലൈനായിട്ട് ഞാൻ ബോൾസ് നട്ടിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ വളമൊക്കെ ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴുതനയ്ക്ക് വീണ്ടും വളമിടുന്ന രീതിയൊക്കെ കാണിച്ചപ്പോൾ ഈ ബോൾസൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ അതിനകത്താണ്ട് അതിനിടയ്ക്ക് ഒരു കണ്ണൻ ചേമ്പ് നിൽപ്പുണ്ട്. നമ്മുടെ ചോളം, റെയിൻബോ ചോളവും അല്ലാത്ത ചോളവും നിൽപ്പുണ്ട്, സ്വീറ്റ് കോൺ. അപ്പോൾ ഇതിനകത്തൊക്കെ പിടിച്ചേക്കുന്നത് നമ്മുടെ വഴുതന ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഇങ്ങനെ നമ്മുടെ നീളൻ വഴുതന, വയലറ്റ് വഴുതന. 10 വാഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കായായി, പിണ്ടിയായി, കൂമ്പായി, ഇങ്ങനെ തോരൻ വയ്ക്കാനും ഒക്കെ നമുക്ക് പലതും നമുക്കിനകത്ത് കിട്ടും, പഴവും ആവും. ഇത് നമ്മുടെ വഴക്കാളി പെമ്പിള്ളാർ ഇങ്കിയും പിങ്കിയും പാലൊക്കെ കുടിച്ചിട്ട് വയറ് നിറഞ്ഞ് കിടന്ന് ഉറങ്ങുക കേട്ടോ. പഴയ എറ്റിയലിൻ്റെ മേളിൽ കയറി കിടക്കുക. ചക്കരേ, അപ്പം ഈ തുണ്ടിൽ കുറേ നമ്മൾ മഞ്ഞളാണ് നട്ടിരിക്കുന്നത്. മഞ്ഞളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പം പച്ച മഞ്ഞൾ, അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ വെബ്സൈറ്റായ minisliced.com നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാ വിത്തുകളും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതായ പച്ചക്കറി വിത്തുകൾ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ www.minisliced.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല പ്രീമിയം ഏലക്കയുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട്, ചീര വിത്തുകൾ എത്തിയിട്ടുണ്ട്. ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശീതകാല പച്ചക്കറികളൊക്കെ എത്തും. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ സൈറ്റിലൊക്കെ കയറി ഒന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു തുണ്ടിൽ നമ്മളൊരു 10-15 ടൈപ്പ് നമ്മൾ ഫ്രൂട്ട്സ് മരങ്ങളാണ് നട്ടിരിക്കുന്നത്. ചിക്കു ഉണ്ട്, എന്താണ് നമ്മുടെ നാരകം, പലതരത്തിലുള്ള നാരകം, പിസ്ത, പീനട്ട് ബട്ടർ, അവക്കാഡോ, മാങ്കോസ്റ്റിൻ, ലിച്ചി, പിന്നെ എന്താണ് ബെയർ, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ട്. ബറാബ, പേര, എവിടെ നോക്കിയാലും പിന്നെ കറിവേപ്പിന് ക്ഷാമമില്ല, ഇഷ്ടം പോലെ കറിവേപ്പും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചിക്കു ഒക്കെ ഉണ്ട്, മൾബറി. നമ്മൾ അന്ന് വെച്ച് വളമൊക്കെ കൊടുത്തതിന് ശേഷം 3-4 ശിഖരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അവക്കാഡോ നല്ല ഗുണമൊക്കെ ഉള്ളതാണ്. പക്ഷെ കഴിക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. അപ്പയ്ക്ക് ടേസ്റ്റായിട്ട് തോന്നിയോ? ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാൻ നല്ലതെന്നാണ് പറയുന്നത്, പാലിനകത്തിട്ട് മിൽക്ക് ഷേക്ക് അടിച്ചു കുടിക്കാൻ. മാങ്കോസ്റ്റിൻ, അതാണ് അബിയു. ഇത് അബിയു. വെച്ചതിലൊക്കെ എന്തായാലും നല്ല തഴപ്പോടി വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് ഗംലെസ് പ്ലാവ് 2 നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ പറമ്പിലും മണ്ണിൽ നട്ടിരിക്കുന്നതായ നമ്മുടെ കാന്താരിയാണ്. ഇഷ്ടംപോലെ കാന്താരി, നല്ല മുട്ടൻ കാന്താരി, ചക്കപ്പുന്തം മാതിരി ഇരിക്കുന്ന കാന്താരി നിറയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരനോ അവിയലിനോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പച്ചമുളക് ചേർക്കാം. മുളക് പൊടിയുടെ അളവൊക്കെ കുറച്ചിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞ് ഇടാം. ഇത് ചുരക്കയാണ്, കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ അവസാനം പിടിച്ചു വരുന്നതാണ്. അവിടെയൊക്കെ പിഞ്ചൊക്കെ വീഴുന്നുണ്ട്. തൊട്ട് താഴെ നമ്മുടെ മരവെണ്ടയാണ് നിൽക്കുന്നത്. മരവെണ്ടയ്ക്കകത്തും എന്താണ്ട് ഇഷ്ടംപോലെ കായ്കളൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മരവെണ്ട എന്ന് പറഞ്ഞാൽ ഒരു മരം മാതിരി ആവും. അപ്പോൾ അതിന് കൊഴുപ്പ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ തോരൻ വയ്ക്കുമ്പോഴോ മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോഴോ 1 സ്പൂൺ തൈരും കൂടെ ചേർക്കാമെന്നുണ്ടെങ്കിൽ ആ കൊഴുപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് റെഡ് ലേഡി പപ്പായയാണ് നട്ടിരിക്കുന്നത്. 5 മൂട് നട്ടിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ച് നട്ടേക്കാണ്. ഓറഞ്ചൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, ഉണ്ടല്ലേ.
ഇതിനകത്ത് ഗ്രോ ബാഗിൽ നിൽക്കുന്ന നമ്മുടെ സീതാഫലാണിത്, ബ്ലാത്തിക്ക. ഉണ്ട്, അതിനകത്ത് കായൊക്കെ വരാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഗ്രോ ബാഗിൽ പോലും നമുക്ക് ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നടാമെന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഒരു 15 മൂടോളം പലയിടത്തായിട്ട് ഈ ഒരു ഏരിയയിൽ പച്ചമുളക് നട്ടിട്ടുണ്ട്, പച്ചക്കറി മുളക്. അത് വളമൊക്കെ കൊടുത്തിട്ട് വെട്ടിയടുപ്പിച്ച് നിർത്തിയിരിക്കുക. കോഴിവളമൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം തക്കാളിയും തണ്ട് അത്യാവശ്യമൊക്കെ പിടിച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓണ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിക്ക് പറിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്, അതെല്ലാ കൊമ്പിലും വരുന്നുണ്ട്. നമ്മളിനി എത്ര നട്ടെന്ന് പറഞ്ഞാലും നമ്മൾ പുതുതായിട്ടൊന്ന് നടുന്നതിനകത്ത് ഒരു പൂവോ കായോ ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കാണാനും അത് തന്നെ ഒന്ന് തൊടാനും ഒന്ന് ലാളിക്കാനും ഒക്കെ. ഇവിടെ എല്ലാം തക്കാളി നട്ടിട്ടുണ്ട്. അവിടെ ഒരു റെഡ് ലേഡി പപ്പായയാണ് അവിടെ വളർന്നു വന്നേക്കുന്നത്. ആ തെങ്ങിൻ്റെ മൂട്ടി തന്നെ വന്നതാണ്. അപ്പം എന്തായാലും അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. അതിൻ്റെ കഴിച്ചിട്ട് വിത്ത് കൊണ്ട് ഇട്ടിരുന്നതായിരുന്നു. അപ്പം നല്ലൊരു ചെങ്കതളി വാഴ കൊലച്ച് വന്നിട്ടുണ്ട്. ഓണത്തിനൊന്നും പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഡിസംബറിൽ ചിലപ്പം വിളവെടുക്കാൻ പറ്റും. ചിലപ്പോൾ അതിന് മുമ്പായിരിക്കും കേട്ടോ. നല്ലൊരു കൊലയായിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ ഗ്രോ ബാഗിലെ വെണ്ടയ്ക്കയാണ്. അതിനകത്തും പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. റെഡ് വെണ്ട ഒരു ലൈൻ നട്ടിട്ടുണ്ട്. പിന്നെ അർക്ക അനാമിക നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊമ്പൻ വെണ്ടയും നട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കയുടെയൊക്കെ പ്രത്യേകം എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെണ്ട കൃഷിയും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണിത്. കായൊക്കെ പിടിച്ച് കഴിഞ്ഞു അതിനകത്ത്. ഇനി പിടിച്ചെങ്കിലേ ഉള്ളൂ. ഇപ്പം മിറാക്കിൾ ഫ്രൂട്ട് പോലെ തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ വേറൊരു ഫ്രൂട്ട് കണ്ടോ. നമ്മുടെ പച്ചമുളകാണ്, നമ്മുടെ റോയൽ ബ്ലാക്ക് മുളക്. അത് നട്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ കമ്പോസ്റ്റിലാണ്. കമ്പോസ്റ്റ് മാത്രമേ ഉള്ളൂ കണ്ടോ. ഒട്ടും വെയിറ്റ് ഇല്ലാതെ നമുക്കതിനെ പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കിച്ചൺ കമ്പോസ്റ്റ് വെച്ചിട്ട് മുളക് കൃഷി ചെയ്തേക്കുന്ന വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ട്. കാണത്തലൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതേപോലെയൊക്കെ എന്ത് കൃഷിയും ചെയ്യാം. മുളക് കൃഷി എന്നല്ല, ബാക്കി എല്ലാ കൃഷികളും ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നട്ടിരിക്കുകയാണ്, നമ്മുടെ കുക്കുംബറിൻ്റെ വിത്തുകൾ പാകി വെച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്തോട്ട് പുതിന നട്ടിട്ടുണ്ട്. പലതരം ചീരകൾ പാകി വെച്ചിട്ടുണ്ട്. അപ്പം വിത്തുകൾ വരുമ്പം നമ്മളൊന്ന് സാമ്പിൾ നോക്കാൻ വേണ്ടി നടണമല്ലോ. അങ്ങനെ ഓരോന്നും നട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ. മറ്റേത് പാലക് ചീരയാണ് 3 എണ്ണത്തിനകത്ത് നട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീരയൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറേ പാകി വെച്ചിട്ടുണ്ട്. പിന്നെ പറമ്പിലും നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അടീനിയം ചെടി വിത്തുകൾ പാകിയിട്ട് കിളിച്ച് വന്നതാണ്. തൊട്ടപ്പുറത്തായിട്ട് ഗ്രാസുകൾ നമ്മുടെ മുറ്റത്ത് വയ്ക്കാനായിട്ട്, നിരത്തി വയ്ക്കാനായിട്ട് കിളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. ഇതാണ് റോയൽ ബ്ലാക്ക് മുളക്, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ കൂട്ട് മറ്റേത് നിൽക്കുന്നത്. ഇതും ഒരു കാന്താരിയാണ് കേട്ടോ, പച്ച കാന്താരി. പക്ഷെ ആദ്യമൊക്കെ പിടിച്ചൊരു നല്ല വലുപ്പമായിരുന്നു കേട്ടോ. നോക്കിയാൽ ഇതെല്ലാം നല്ല പഴുത്തിങ്ങനെ നിൽക്കുക. ഇതിൻ്റെ പുറകോശം കണ്ടാലേ കണ്ടോ, ഇത് പഴുത്തിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അല്ലാതെ നമ്മളിങ്ങനെ നോക്കിയാൽ പച്ച ഇലയും കായും കൂടെ അങ്ങോട്ട് അറിയാൻ പറ്റത്തില്ല. ഇതെല്ലാം നട്ടുപിടിച്ച് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ചട്ടിയിൽ നട്ടിരിക്കുന്നതായ വെള്ളക്കാന്താരിയാണ്. ഇഷ്ടം പോലെയാണ് പിടിച്ചേക്കുന്നത്. ഇപ്പം കാന്താരിയുടെ ഒരു ആറാട്ടാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനകത്തും കുറേ പിടിച്ച് നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് നിൽക്കുന്ന കാണാൻ തന്നെ. ഒരു വൈകുന്നേരത്തെ സമയമൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ലൈറ്റ് കത്തിച്ചിട്ടേക്കുന്ന മാതിരിയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളാണ് നമ്മുടെ പറമ്പിലുള്ളത്. ഇനിയും കാണാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇനിയും ഉണ്ട്. സത്യം പറഞ്ഞാൽ കുഴഞ്ഞു പോയി. ഇത്രയും നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ശരിക്കും തളർന്നു. നല്ല വെയിലും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ പറമ്പും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നമ്മുടെ നമ്മുടെ പറമ്പൊക്കെ കാട് പിടിച്ചൊക്കെ കിടക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ചൊന്ന് നമ്മുടെ ഒരു ദിവസം ഒന്ന് പരിശ്രമിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളും ഇവിടെ ഞാനും അച്ഛനും ഒക്കെ ശരിക്കും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇറങ്ങിയാണ് ഓരോന്നും ചെയ്യുന്നത്. ഞങ്ങൾ ഒപ്പത്തിനൊപ്പം നിന്നാണ് ഓരോ പണികളും ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിജയത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുക. ഓണത്തിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ടുന്നതാണ് പച്ചക്കറി. എപ്പോഴെങ്കിലുമൊക്കെ വിളവെടുക്കാമല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒന്ന് പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ വാങ്ങിക്കാം. കൂടാതെ കോംബോ വിത്തുകൾ വന്നിട്ടുണ്ട്.
അപ്പം 500-ന് മുകളിലോട്ട് വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഫ്രീ ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ ഈ ഓണം പ്രമാണിച്ച് ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.